അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള പഴം നോക്കി എടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 വെള്ളം കഴുകിയെടുക്കാം. ഈ വെള്ളം കളഞ്ഞതിന് ശേഷം 2-3 വെള്ളവും കൂടി ഒന്ന് കഴുകിയെടുക്കുക. പഴമൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പഴം ഈർപ്പമൊന്നുമില്ലാതെ ഒരു ടവല് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. എല്ലാ പഴവും ഇതുപോലെ തുടച്ചിട്ടെടുക്കുക. ഈർപ്പം മാറ്റി തുടച്ചെടുത്ത പഴം ഇതിന്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. പഴത്തിന്റെ 2 അറ്റവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കിയ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിൽ ആ തൊലിയോടുകൂടി തന്നെയാണ് നമ്മൾ പഴം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴുകി തുടച്ച് വൃത്തിയാക്കി ആദ്യമേ എടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 6 പഴവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. ഈ പഴത്തിന്റെ തൊലിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പഴത്തിന്റെ ആ തൊലിയുടെ നിറമൊക്കെ ചെറിയ രീതിയിലൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം 3 എണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വീണ്ടും 3 എണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ 2 ബാച്ച് ആയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പഴം ജസ്റ്റ് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറാൻ നിൽക്കണ്ട. നമുക്കിതിന്റെ തൊലി നമുക്ക് ഇളക്കി മാറ്റാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ പഴം നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴം ഉടച്ച് വെച്ചതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർക്കാം.
അപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ് 2 എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ച് എടുത്തതാണ്. ഒരുപാട് പൗഡറാക്കി പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ മതിയാകും. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിൽ വേറെ പൊടി ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല, ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടലമാവ് ഇട്ട് കൊടുക്കാം. അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് ഇട്ട് കൊടുത്തു. കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കട്ടിക്കല്ല ഇരിക്കുന്നത്, ചെറിയ ഒരു ലൂസായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പഴം ഒരുപാട് ഉടച്ച് അങ്ങ് എടുക്കരുത്, ചെറിയൊരു രീതിയിൽ മാത്രമേ പഴം ഉടച്ചെടുക്കാവൂ. അതുകൊണ്ടാണ് മിക്സിയിൽ വെച്ചിട്ടൊന്നും അടിച്ചെടുക്കരുതെന്ന് പറഞ്ഞത്. കുറച്ചും കൂടെ കടലമാവ് ചേർത്ത് കൊടുക്കുക. ബാക്കി 1 കപ്പ് ഫുള്ളായിട്ട് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കടലപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാകും. എന്നിട്ട് വീണ്ടും ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ലൂസോട് കൂടി വേണം ഇത് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് കടലമാവും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കൈ കൊണ്ട് പിടിച്ചിടുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിലേക്ക് വീണ് കിട്ടണം. നമ്മൾ കുറച്ചെടുക്കുക, ഇതുപോലെ ഇങ്ങനെ കിട്ടണം. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ. അതുകൊണ്ടാണ് മിക്സിയിലൊന്നും വെച്ച് അടിച്ചെടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ആദ്യം പഴം ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലേ, ആ എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മിക്സ് എടുക്കുക, ഇതുപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. 2 വശവും നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. അപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. പുറത്ത് ഒരുപാട് ക്രിസ്പി അല്ല, ചെറിയൊരു ക്രിസ്പിയേ കാണുള്ളൂ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പഴത്തിന്റെ മധുരവും എരിവും എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് പഴം കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഇത് പഴം വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തതെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് അടിപൊളി ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും.
അപ്പോൾ കണ്ടില്ലേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പഴം വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്